അന്ന് വിളക്കന്നൂർ പള്ളിയിൽ ദിവികാരന് അത്ഭുതം നടക്കുന്ന സമയത്ത് പള്ളിയുടെ കപ്പ്യാരായിട്ട് സേവനമനുഷ്ഠിച്ച വിൽസൺ ചേട്ടനോടൊപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. വിൽസൺ ചേട്ടാ, ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. വിൽസൺ ചേട്ടൻ അന്ന് നമ്മുടെ തോമസ് പതിക്കലച്ചൻ ആ ഒരു ദിവികാരന് അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് അതിനുശേഷം അത് ഏറ്റവും അടുത്ത് കണ്ടത് വിൽസൺ ചേട്ടനായിരുന്നല്ലോ. അതെ. അന്ന് ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? അന്ന് വിശുദ്ധ കുർബാന മധ്യയാണ് ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെടുന്നത്. വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് അച്ഛനിങ്ങനെ ആ തുടക്കം മുതലേ അച്ഛനൊരു ക്ഷീണമുണ്ടായിരുന്നു. ആ ക്ഷീണം വെച്ച് അച്ഛനിങ്ങനെ വിശുദ്ധ കുർബാന ചൊല്ലി കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പോയി അച്ഛനത് ക്ഷീണമാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന പകുതിക്കാലം കഴിഞ്ഞു, പ്രധാന ഭാഗം കഴിഞ്ഞ് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നുള്ള ആ ഭാഗം എത്തുമ്പോഴാണ് അച്ഛന് പെട്ടെന്നൊരു ക്ഷീണവും കണ്ണിനൊരു കാഴ്ചമങ്ങൽ പോലെയും ഒരു വിറയും ഒരു വേർപ്പൊക്കെ കാണുന്നത്. അന്നേരം അച്ഛൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അച്ഛൻ എന്നോട് ചോദിക്കുന്നു, ഇതെന്നാന്ന് ചോദിക്കുന്നു, കൈ കൊണ്ട് കൊണ്ടി. അച്ഛൻ അങ്ങനെ മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛനോട് പറയുന്നു, അച്ഛൻ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പം വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഈശോയുടെ തിരുമുഖമാണ് കാണാൻ സാധിച്ചത്. ഞാനെന്ന് പറഞ്ഞ അച്ഛാ, ഈശോയുടെ തിരുമുഖമാണ് ഇതിനകത്ത് കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും അച്ഛനോട് ചോദിച്ചു, ഈശോയുടെ തിരുമുഖമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഈശോയുടെ തിരുമുഖമാണെന്ന് പറഞ്ഞു. കുറച്ച് നേരം അച്ഛൻ ഇങ്ങനെ നിന്നിട്ട് എന്ന് പറഞ്ഞു, മാറി അങ്ങോട്ട് എന്ന് പറയാൻ പറഞ്ഞു. നേരത്തെ അച്ഛൻ ഒന്ന് അസ്വസ്ഥതയായി. അച്ഛൻ എന്നതിനും കണ്ണൊക്കെ തിരുമുഖം എന്നോട് പറഞ്ഞു, വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തു. വെള്ളം കൊടുത്തു കഴിഞ്ഞ് അച്ഛൻ വിശുദ്ധ കുർബാന ആ തിരുവോസ്തി അവിടെ വെച്ചിട്ട് ചെറിയ സക്രാരി തുറന്ന് ചെറിയൊരു തിരുവോസ്തി എടുത്ത് വിശുദ്ധ കുർബാനയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കി. അന്നേരം ഈ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം വളരെ ഇതായിട്ടേ കാണുന്നുള്ളൂ, സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അച്ഛൻ എന്നിട്ട് വിശുദ്ധ കുർബാനയുടെ എടുത്ത് ചെറിയൊരു തിരുവോസ്തി എടുത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കി. കുർബാന സ്വീകരണത്തിന് ശേഷം അച്ഛൻ എന്നോട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ, പള്ളിയിൽ വന്ന മദറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ചോദിച്ചാൽ എന്നാൽ നമുക്ക് ഇവരെ ഇടവക്കാരെ ഈ ഇത്രയും പേരെ കാണിക്കാമല്ലേ വച്ചത്? ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പള്ളിക്കകത്ത് ഏകദേശം ഒരു 65 പേരോളം വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അവരെ എല്ലാം കാണിച്ചു. അതിനുശേഷം വിശുദ്ധ കുർബാന സക്രാരി വെച്ച് പൂട്ടി. അന്നേരം ഈശോയുടെ തിരുമുഖം കറക്റ്റായിട്ട് തെളിയുന്നില്ലായിരുന്നു. ഈശോ അത് കഴിഞ്ഞ് സക്രാരി വെച്ച് ഒരു 8:30 അച്ഛനും ഞാനും രണ്ട് കൈക്കാരന്മാർ വന്നു. അവരെയും കൂട്ടി സക്രാരി തുറന്നു നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രക്ഷോഭമായിട്ട് വരുന്നുണ്ട്. വീണ്ടും അച്ഛൻ പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടെ നോക്കാം എന്ന് പറഞ്ഞു. ഒരു 9:30 ആയപ്പോഴത്തേനും വീണ്ടും അച്ഛനും ഞങ്ങളും കൂടെ പോയി സക്രാരി തുറന്ന് നോക്കുമ്പോഴത്തേനും നമ്മളിപ്പോൾ എങ്ങനെ കാണുന്നു അതേ രൂപത്തിൽ ഈശോയുടെ തിരുമുഖം തെളിയുന്നു. അതാണ് അന്ന് സംഭവിച്ചത്. പിന്നെ അതിനെ തുടർന്ന് ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ 2-3 ദിവസത്തോളം വളരെ രാത്രി 1 മണി 1:30-2 മണി വരെയൊക്കെ ഈശോയുടെ തിരുമുഖം കണ്ട് ദർശിച്ചു. അതിനിടയ്ക്ക് പല ജാതി മത ഭേദമന്യേ എല്ലാവരും അയ്യപ്പന്മാർ അന്ന് ശബരിമല സീസണായതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാർ വന്നു ഈശോയുടെ മുഖം കണ്ടുപോയ അനുഭവം ഉണ്ടായി. അതിനുശേഷം ചേട്ടൻ എന്തെങ്കിലും വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പേഴ്സണലായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, അന്ന് നമ്മൾ ചെറുപ്പത്തിൽ ഈശോയുടെ തിരുമുഖം കാണുമ്പോൾ തിരുവോസിൽ ഈശോ ഉണ്ട് എന്നുള്ളൊരു ചെറുപ്പത്തിൽ നമ്മളെ മതബോധനത്തിൽ പഠിപ്പിച്ച ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് തിരുമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഈശോയാണല്ലോ എന്നുള്ള ഒരു ജീവനോടെയുള്ള ഒരു ഈശോയുടെ തിരുമുഖമാണല്ലോ ഉള്ളിൽ കുളിക്കുന്നത് എന്നുള്ള ഒരു ബോധം, അതോടൊരു വിശ്വാസം വർദ്ധിച്ചു. പിന്നെ എനിക്ക് നിരവധി അനുഭവങ്ങളാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൊച്ചിൻ്റെ B2 പരീക്ഷ ജർമ്മൻ പഠിച്ചുകൊണ്ടെങ്കിൽ B2 പരീക്ഷയെ പാസ്സാകുന്നില്ലായിരുന്നു വെച്ച്. ഞാനൊന്ന് ഈശോയുടെ മുമ്പ് ഈ തിരുമുഖത്തിന് മുമ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് തിരുമുഖം അങ്ങ് കാണിച്ചതെന്നാണെങ്കിൽ എൻ്റെ കൊച്ചിനെ ഈ പരീക്ഷയിൽ പാസ്സാക്കണമെന്ന് പറഞ്ഞു. കൊച്ചു പരീക്ഷ എഴുതി പാസ്സായി. പിന്നെ എൻ്റെ ഭാര്യയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ പോയി പറഞ്ഞു. അന്നും അത്ഭുതകരമായിട്ട് എൻ്റെ ഭാര്യനെ രക്ഷിച്ചു. പെട്ടെന്നുള്ള ഓപ്പറേഷൻ. ഞങ്ങളൊരു കല്ലിൻ്റെ ടെസ്റ്റിന് വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പം MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. MRI സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു, അവിടുന്ന് തന്നെ സ്കാനിങ് സെൻറ്ററിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു, ഓപ്പറേഷന് റെഡി ആയിക്കോ, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. കാരണം മൂത്രസഞ്ചിയിലേക്കുള്ള ട്യൂബ് പഴുത്തിട്ട് 1.5 ഇഞ്ച് കിഡ്നിയിലേക്ക് മുട്ടാനുള്ളൂ. വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അന്നേരം ഞാനിവിടെ ഈശോയുടെ മുമ്പ് വന്നു പറഞ്ഞു. അങ്ങനെ ഈശോ അങ്ങനെ ഒരു അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ തുറന്നു വന്നിട്ടുണ്ട്.